ഇന്ന് കണ്ടുവരുന്നത്. ഇന്നത്തെ യുവതലമുറ അല്ലെങ്കിൽ യുവാക്കൾ, ചെറുപ്പക്കാർ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ അനുയായികളായാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വിഭാഗം അവർക്ക് മതം എന്തെന്നറിഞ്ഞുകൂടാ, മതവുമായി ഒരു ബന്ധവുമില്ല. അവർക്കാകെ കൂടി അറിയുന്നത് കളിയും തമാശയും വിനോദവും ഐഹിക ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും ആർഭാടങ്ങളും ആഡംബര ജീവിതവും മാത്രമാണ്. ഭൗതിക ജീവിതം മാത്രമാണ് അവരുടെ കൺമുമ്പിലുള്ളത്. ആഖിറം എന്ന ചിന്തയെ അവർക്കില്ല. ഈ ലോകത്ത് എന്ത് വില കൊടുത്തും ഇവിടെയുള്ള സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കണം എന്ന ഒരൊറ്റ വിചാരം മാത്രമാണ് അത്തരം ആളുകളുടെ മനസ്സുകളിൽ എന്നും പച്ചയായി നിലനിൽക്കുന്നത്. മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതം എന്ത് വില കൊടുത്തും അത് ആസ്വദിക്കണം, നുകരണം എന്ന ഒരൊറ്റ മുദ്രാവാക്യം മാത്രമാണ് ആ വിഭാഗം ആളുകളുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. സമൂഹത്തിൽ നല്ലൊരു വിഭാഗം ആളുകൾ ഇതിൻ്റെ പിടിയിലാണ്. മഹാഭൂരിപക്ഷം വരുന്ന യുവാക്കൾ ഇതിൻ്റെ പിന്നാലെയാണ്. അത് അവരെ അങ്ങനെ ആക്കിയതിൻ്റെ പിന്നിൽ ഗൂഢമായ ചില ഉദ്ദേശങ്ങളുണ്ട്. എല്ലാ ചിന്തകന്മാർക്കും അറിയാം, സമൂഹത്തിൽ മാറ്റത്തിൻ്റെ ചാലക ശക്തികളായി വർത്തിക്കുന്നത് ചെറുപ്പക്കാരാണ്. ഭരിക്കുന്ന ഭരണകൂടത്തിനറിയാം, നേതാക്കന്മാർക്കറിയാം, പ്രമാണിമാർക്കറിയാം, ചെറുപ്പക്കാർ ഇളകിയാൽ കാര്യം അപകടമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ മയക്കിക്കിടത്തണം എന്ന ഗൂഢമായ ചിന്ത ഉണ്ടായിത്തീർന്നു. അതിന് ചെറുപ്പക്കാർക്ക് എന്താണ് ആവശ്യം? അവർക്ക് വേണ്ട